ഇന്റർനാഷണൽ എന്ന യുവജന സംഘടനയുടെ തൃശ്ശൂരിലെ ഒരു പുതിയ ചാപ്റ്ററാണ് തൃശ്ശൂർ റോയൽസ്. അതിന്റെ പ്രസിഡന്റ് ആണ് ഞാൻ, മീനു. ഇത് സെക്രട്ടറി ഗിരീഷ്. ഇത് ഞങ്ങളുടെ മെന്ററാണ്. പാസ് സോൺ പ്രസിഡന്റ് ആണ് ആയിരുന്നു ജോബി കുര്യാക്കോസ്. ദെൻ ഇത് BP ട്രെയിനിങ് ഇഷിത വേണി. ഇത് BP മാനേജ്മെന്റ് ചാൾസ്. ദെൻ ഞങ്ങളുടെ യെല്ലോയിലെ ചാപ്റ്ററിലെ തന്നെ കുട്ടികളുടെ ചെയർമാനാണ് ജോൺ കുര്യൻ ജോബി. നമ്മൾ ഈ വരുന്ന 11-ാം തീയതി സാറ്റർഡേ സാഹിത്യ അക്കാദമിയിൽ വെച്ച് കുട്ടികൾക്കായിട്ട് 10+1+2 കുട്ടികൾക്കായിട്ട് ഒരു കരിയർ അവയർനെസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതിന്റെ പേര് ദിശ 2026 എന്നാണ്. ആ പ്രോഗ്രാമിൽ ഡിഫറെന്റ് മേഖലയിലുള്ള എക്സ്പേർട്സ് വന്ന് അവരുടെ ടോക്കും അതുപോലെ ആ കുട്ടികൾക്കും പാരന്റ്സിനും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഉള്ള ഒരു അവസരമുണ്ട്. നമ്മുടെ സ്പീക്കേഴ്സ് ആണ് നമ്മുടെ കമ്പനി സാറ്, ജസ്റ്റിസ് കമ്പനി സാറ് വരുന്നുണ്ട്. അതുപോലെ കേരള കമ്പനിയിലെ കരിയർ കോളമിസ്റ്റായ PP സേതുമാധവൻ സാറ് അന്ന് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇദ്ദേഹം കരിയർ കോച്ചാണ്, അദ്ദേഹത്തിന്റെ ടോക്ക് ഉണ്ടാവും. ദെൻ നമുക്ക് നാഷണൽ കരിയർ സർവീസിലെ കരിയർ എക്സ്പേർട്ടായ ഷമീർ സാറിന്റെ ക്ലാസ് ഉണ്ട്. പിന്നെ ഡിഫൻസിലെ ഒരു മേജർ തോമാച്ചൻ വരുന്നുണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള മേഖലയിലുള്ള ആൾക്കാരാണ് അന്ന് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. ആ കുട്ടികൾക്ക് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും. നമ്മള് അവർക്ക് ഫുൾ ഡേ ഒരു പ്രോഗ്രാം ആണ്. അതുപോലെ 200 rupees ആണ് നമ്മൾ അതിന് രജിസ്ട്രേഷൻ ഫീ. അവർക്ക് നമ്മള് ഫുഡും സ്നാക്സ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. JCI എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. തൃശ്ശൂർ തന്നെ 5ഓളം ചാപ്റ്റേഴ്സ് തൃശ്ശൂർ തന്നെയുണ്ട്, തൃശ്ശൂർ ടൗണിൽ തന്നെയുണ്ട്. അല്ല, ഓരോ ചാപ്റ്റേഴ്സ് ആണ്, ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. അതെ, 127ഓളം രാജ്യങ്ങളിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ചെയ്യാം. ഇല്ല, നിർബന്ധമില്ല. മിനിമം 25 മെമ്പേഴ്സ് ഉണ്ടാവണം എന്നുള്ളതാണ് അതിന്റെ ക്രൈറ്റീരിയ. അതെ, അതിനൊരു സോൺ സിസ്റ്റം ഉണ്ട്. നമ്മുടെ ചാപ്റ്റർ, സോണ്, നാഷണൽ ഓരോ ബോഡീസ് ഉണ്ട്. അപ്പൊ അതിന്റെ അണ്ടറിലാണ് ഇതെല്ലാം വരുന്നത്. ഇന്റർനാഷണലിലോട്ട് താഴേക്ക് വരും. റോയൽസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിന്റെ പേരായിട്ട് വരുന്നതാണ്. ഇപ്പൊ തൃശ്ശൂർ സിറ്റി, JCI വേറെ ഉള്ളതുകൊണ്ട് തൃശ്ശൂർ സിറ്റി, തൃശ്ശൂർ പൂരം സിറ്റി, തൃശ്ശൂർ ഗ്രീൻ സിറ്റി, തൃശ്ശൂർ റോയൽസ്, അങ്ങനെയാണ് വ്യത്യസ്ത ചാപ്റ്ററുകൾ വരുന്നത്. ഈ സ്പീക്കേഴ്സ് പാനൽ ഡിസ്കഷൻ ഉണ്ട്, അതുപോലെ ഇൻഡിവിജ്വൽ സ്പീക്കിംഗ് ടോക്സ് ഉണ്ട്. ജനറലി നമ്മൾ കാണുന്നത് 10th കഴിഞ്ഞ് +2 എന്ത് പഠിക്കണം, +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് എന്ത് പഠിക്കണം, ഈ കോഴ്സുകളുടെ പുറകിലാണ് ആൾക്കാർ മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം റിയൽ ആയിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ എന്ത് നടക്കുന്നു, ഇൻഡസ്ട്രി എക്സ്പേർട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഡിസ്ട്രിക്ട് ജഡ്ജ് വരുന്നുണ്ട്, ലീഗൽ അല്ലെങ്കിൽ ലോ ഏരിയയിൽ എന്ത് നടക്കുന്നു, അതുപോലെ ഡിഫൻസ് ഏരിയയിൽ എന്ത് നടക്കുന്നു, ഡിഫൻസിന്റെ പ്രതിനിധീകരിച്ച് നമ്മുടെ ഒരു മേജർ വരുന്നുണ്ട്, മേജർ തോമാച്ചൻ എന്ന് പറഞ്ഞ സെക്കൻഡറാബാദിൽ നിന്ന്. അതോടൊപ്പം തന്നെ കേരള കൗമുദിയിൽ ലേഖനം എഴുതുന്ന TP സേതുമാധവൻ സാറ് നമ്മുടെ ഇവിടെ നിന്ന് റിട്ടയർഡ് ആയതാണ്. വെറ്ററിനറി കോളേജിൽ നിന്ന് ഡയറക്ടറായിട്ട് റിട്ടയർഡ് ആയ അദ്ദേഹം വരുന്നുണ്ട്. അതോടൊപ്പം നാഷണൽ കരിയർ സർവീസിന്റെ ഷമീർ സാർ, ആള് ട്രിവാൻഡ്രത്താണ്, ആള് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത മേഖല, അതുപോലെ ICICI ബാങ്കിന്റെ സ്റ്റേറ്റ് ഹെഡ്, ദെൻ ജൂബിലി മിഷന്റെ ഫോർമർ GM വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല മേഖലയിൽ, വ്യത്യസ്ത മേഖലകളിൽ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ആ മേഖലകളിൽ എന്താണ് നടക്കുന്നതെന്ന് കുട്ടികൾക്കും പാരന്റ്സിനും ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ്. ഞാനും ഒരു കരിയർ കോച്ചാണ്, ഞാനും അതിലൊരു സ്പീക്കറായിട്ടുണ്ട്. ജോബിൻ കുര്യാക്കോസ് എന്നാണ് പേര്. അപ്പോൾ ഈ ഇൻഡസ്ട്രി എന്താണെന്ന് അറിയാൻ കുട്ടികൾക്കുള്ളൊരു അവസരം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മെയിനായിട്ട് ചെയ്യുന്നത്. മെയിൻലി തൃശ്ശൂരാണ് നമ്മൾ വരുന്നത്. നമ്മൾ ഏകദേശം 250 ആണ്. ആ ഹോളിന്റെ സാഹിത്യ അക്കാദമിയുടെ മെയിൻ ഹോളാണ്, 250 ആണ് അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 250 സ്റ്റുഡൻസിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജോബിൻ കുര്യാക്കോസ്, ഇഷിത വേണി, അത് ട്രെയിനിങ് വൈസ് പ്രസിഡന്റ് ട്രെയിനിങ് ആണ്. വൈസ് പ്രസിഡന്റ് മാനേജ്മെന്റ് ചാൾസ്. അതുപോലെ കുട്ടികൾക്ക് JJ ചെയർപേഴ്സൺ ആണ്, ജൂനിയർ JCSന്റെ ചെയർപേഴ്സൺ ആണ് ജോൺ കുര്യൻ ജോബി.